നടന്നാൽ ഷുഗർ മാറുമെന്നാണ് ചോദ്യം. പ്രമേഹമുള്ള 90% പേരും ആശ്രയിക്കുന്ന പ്രധാന വ്യായാമ രീതിയാണ് നടക്കൽ. അതിന് ഉപകരണങ്ങൾ ആവശ്യമില്ല, അതിനൊരു ട്രെയിനറുടെ ആവശ്യമില്ല, അതിനൊരു എക്സ്പെൻസും ഇല്ല. ഇതുകൊണ്ടാണ് നടക്കൽ ഇത്ര ജനകീയമായി തീരാൻ ഇടയായിട്ടുള്ളത്. ഇനി നടക്കുന്നവരുടെ അനുഭവങ്ങൾ ചോദിക്കാം. അപ്പോൾ അവർ പറയും, സാറേ ഞാൻ 8-10 കിലോമീറ്റർ എഴുന്നേറ്റ് നടക്കുന്നതാണ്, പക്ഷെ എൻ്റെ ഷുഗർ കാര്യമായിട്ട് കുറഞ്ഞു വരുന്നില്ല. ചിലർക്ക് കൈകാൽ പെരുപ്പ്, കാഴ്ചക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ചിലർക്ക് കാർഡിയാക് ഡിസീസ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായി നടന്നിട്ടും ഫാറ്റി ലിവറും കൊളസ്ട്രോൾ ഉണ്ടാവുന്ന ആളുകളുണ്ട്. പലർക്കും ഉറക്കക്കുറവും ഓർമ്മക്കുറവുണ്ട്. ഒട്ടേറെ പേർക്ക് ലൈംഗിക ശേഷിക്കുറവ്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്. ഇതൊന്നും നടക്കലുകൊണ്ട് കുറയുന്നില്ല. പിന്നെ എന്താ നടക്കണമെന്ന് ചോദിച്ചാല് ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവും, അതുപോലെ ഗ്യാസിന്റെ പ്രശ്നം കുറച്ച് കുറയും, ഡൈജഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് രാവിലെ എന്നിട്ട് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. പിന്നെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ടെന്നാൽ കൂടുതൽ നടക്കുന്നവർക്ക് പെരിഫറൽ ന്യൂറോപ്പതി കൂടി വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ മുട്ടുവേദനയും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രമേഹമുള്ളവരുടെ അസ്ഥികൾ പൊതുവെ വീക്കായിരിക്കും, അപ്പോൾ അസ്ഥി തേയ്മാനം കൂടുതലുണ്ടാവും. ഇതാണ് ഇതിന് കാരണം. എന്ന് വെച്ചാൽ നടക്കൽ മോശമാണെന്ന് പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാത്തതിൽ ഭേദമാണ് നടക്കൽ എന്ന് പറയാം. പക്ഷേ പ്രമേഹത്തിന് നടക്കൽ മാത്രം പോരാ എന്ന് എനിക്ക് പറയാനുള്ളത്. നടക്കൽ കൊണ്ട് നമ്മളുടെ കാലിന് മാത്രമേ വ്യായാമം കിട്ടുന്നുള്ളൂ. പ്രമേഹം എന്ന് പറയുന്നത് ശരീരത്തെ പൂർണ്ണമായിട്ടും സമഗ്രമായിട്ട് ബാധിക്കുന്ന രോഗമാണ്. അത് ഓരോ സെല്ലുകളെയുമാണ് ബാധിക്കുന്നത്. എൻഡോക്രൈൻ സിസ്റ്റത്തെ ബാധിക്കും, മസിലുകളെ ബാധിക്കും, ഡൈജഷൻ സിസ്റ്റത്തെ ബാധിക്കും, നമ്മുടെ ജോയിന്റുകളെ ബാധിക്കും, അതുപോലെ നാഡികളെയും ഞരമ്പുകളെയും ഒക്കെ എല്ലാം ബാധിക്കുന്ന രോഗമാണ്. അതുകൊണ്ട് നടക്കൽ മാത്രം പോരാ എന്ന് എനിക്ക് പറയാനുള്ളത്. പൂർണ്ണമായിട്ടുള്ള സമഗ്രമായ വ്യായാമത്തിലൂടെ മാത്രമേ നമുക്ക് ഷുഗറിനെ കുറയ്ക്കാനും ഇല്ലാതെയാക്കാൻ സാധിക്കുള്ളൂ. ഇത്തരം വ്യായാമ രീതികളാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ വേഴ്സ് ഓൺലൈൻ കോഴ്സ് കൂടി പഠിപ്പിക്കുന്നത്. 80 വയസ്സായ ആൾക്ക് വരയ്ക്കാവുന്ന ലഘുവായ വ്യായാമങ്ങളാണ്, പക്ഷേ സമഗ്രമാണ്, പൂർണ്ണമാണ്. വളരെ ഫലപ്രദമായിട്ട് ഷുഗറിനെയും ഷുഗർ റിലേറ്റഡ് ഡിസീസുകളെയും കുറച്ചു കൊണ്ടുവരാനും ഒരു പരിധിവരെ ഇല്ലാതെയാക്കാനും നമുക്ക് ഈ വ്യായാമ രീതി കൊണ്ട് സാധിക്കുന്നതാണ്.